Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ BCom 3rd സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന പേപ്പറിലെ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. മീനിങ് ഓഫ് ബോണസ് ഷെയർസ്. എന്താണ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി out of its large reserves created out of past profits. ബോണസ് ഷെയർസ് എന്നത് കമ്പനി നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ്. ഇങ്ങനെ ബോണസ് ഷെയർസ് ഇറക്കുന്നതിനായിട്ട് കമ്പനി നേരത്തെ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള റിസർവ്സ് ആണ് ഉപയോഗിക്കുന്നത്. When a company issues bonus shares out of profit or reserve, its profits or reserves are converted into capital. Therefore, bonus issue is called a capitalization of a profits or a capitalization of a reserves. ഇങ്ങനെ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് കമ്പനി ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ റിസർവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് അവിടെ കുറയും. ആ കുറയുന്ന എമൗണ്ട് ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബോണസ് ഇഷ്യൂവിനെ നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് എന്നും പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ ഫ്രീ ആയിട്ട് ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട് കമ്പനി യൂസ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. റവന്യൂ റിസർവ്സും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ്സും കമ്പനി യൂസ് ചെയ്യുന്നുണ്ട് ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട്. അതിൽ റവന്യൂ റിസർവ്സിൽ പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കിടക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലുള്ള ക്രെഡിറ്റ് ബാലൻസ് യൂസ് ചെയ്യാം കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട്. അതുപോലെ ജനറൽ റിസർവ് യൂസ് ചെയ്യാം, സിങ്കിങ് ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇതെല്ലാം റവന്യൂ റിസർവ് കാറ്റഗറിയിൽ വരുന്ന ഈ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. അതുപോലെ ക്യാപിറ്റൽ റിസർവ്സ് കാറ്റഗറിയിൽ വരുന്ന പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, കളക്റ്റഡ് ഇൻ ക്യാഷ്, അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടിയ പ്രോഫിറ്റും, അതുപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടും കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു പോയിന്റ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ റിഡംഷൻ റിസർവും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവും ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഈ രണ്ട് റിസർവുകളും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാപിറ്റൽ റിഡംഷൻ റിസർവും സെക്യൂരിറ്റി പ്രീമിയം റിസർവും ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂല് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസും പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് ബോണസ് ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസുമായിട്ടും ബോണസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇറക്കാം. പിന്നെ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്, അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനും ബോണസ് ഇഷ്യൂ നടത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ്, വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വെൻ ഇഷ്യൂഡ് അറ്റ് പാർ. വെൻ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂവിനാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്.
ഫസ്റ്റ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഇങ്ങനെ ഏതൊക്കെ റിസർവിൽ നിന്നാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് എടുക്കുന്നത് ആ റിസർവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ റിസർവിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്ററിന് ഡെബിറ്റ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ റിസർവിൽ നിന്നാണോ എടുക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ നരേഷൻ ശ്രദ്ധിക്കുക. ഓൺ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്സ് ഓർ പ്രോഫിറ്റ്. ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുന്നത്. ഇപ്പോൾ ബോണസ് ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത് എന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഫണ്ടാണോ ഉപയോഗിക്കുന്നത് ആ ഫണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ജേർണൽ എൻട്രി ആണിത്. അടുത്തത് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് റിസർവ് ഏതൊക്കെ പർട്ടിക്കുലർ റിസർവിനെ ഡെബിറ്റ് ചെയ്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ അത് ബോണസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത്രയാണ് വെൻ ബോണസ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാറിൽ വരുന്ന ജേർണൽ എൻട്രീസ്. ഇനി ബോണസ് ഇഷ്യൂ നമുക്ക് പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രീസ്? ഇവിടെ ഏത് റിസർവ്സ് ഒക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ റിസർവ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സിങ്കിങ് ഫണ്ട്, ഏത് ഫണ്ടിൽ നിന്നെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് ക്രെഡിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ പ്രീമിയത്തിനാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അതുകൊണ്ട് പ്രീമിയം എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വെൻ ബോണസ് ഇഷ്യൂ അറ്റ് പ്രീമിയം. ബോണസ് ഇഷ്യൂ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഏത് റിസർവ് ആണോ യൂസ് ചെയ്യുന്നത് ആ റിസർവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ദെൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ക്യാപിറ്റൽ അതിലേക്ക് നോമിനൽ എമൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് എത്ര ആണോ പ്രീമിയം എമൗണ്ട് അത് ആ പ്രീമിയം എമൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിടുന്നു. ഇനി ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റിൽ ബോണസ് ഷെയർ അറ്റ് പാർ, ഫേസ് വാല്യൂവിനാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സ് ലിമിറ്റഡ് വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh divided into shares of ₹10 each fully paid had resolved to capitalize ₹80,000 of the accumulated reserves of ₹1,25,000 by issuing bonus shares of ₹10 each fully paid. Past necessary journal entries. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എക്സ് ലിമിറ്റഡിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ₹5 lakh ആണ്. അത് ഓരോ ഷെയറിനും ₹10 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ഇനി കമ്പനി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് 1,25,000 അക്യൂമുലേറ്റഡ് റിസർവിൽ നിന്ന് ഒരു ₹80,000 ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ഓരോ ബോണസ് ഷെയറിനും ₹10 വെച്ചിട്ട് തന്നെയാണ് ഇറക്കുന്നത്. അതായത് ഫേസ് വാല്യൂവിൻ്റെ തന്നെയാണ് ബോണസ് ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ റിസർവിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ റിസർവിൽ നിന്ന് ₹80,000 ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി റിസർവിനെ ഡെബിറ്റ് ചെയ്യണം. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അടുത്തത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് ഷെയർ ക്യാപിറ്റലിലേക്കും മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം.
ഓക്കെ, ഇവിടെ ഞാൻ കോളം വരച്ച് വെച്ചിട്ടുണ്ട്. പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് റിസർവിൽ നിന്ന് നമുക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റ to bonus to shareholders account. റിസർവിനെ ഡെബിറ്റ് ചെയ്തു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തു. എടുക്കുന്ന എമൗണ്ട് 80,000 ആണ്. ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. നമുക്ക് നരേഷൻ എഴുതേണ്ടത് ഡിക്ലറേഷൻ ഓഫ് ബോണസ് out of reserves. ജേണൽ എൻട്രിയുടെ നരേഷനും എഴുതി. ഇപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ദെൻ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ to share capital. To share capital ഇവിടെ എമൗണ്ട് 80,000. ഇത്രയാണ് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രീസ്. ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ്, ബോണസ്, ഷെയർസ്. ഓക്കെ, ഇതാണ് വെൻ ഇഷ്യൂഡ് അറ്റ് പാറിൽ വരുന്ന ബോണസ് ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രീസ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ബോണസ് ഷെയർസ് അറ്റ് പ്രീമിയം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. AB ലിമിറ്റഡ് ഹാസ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹20 lakh in equity shares of ₹10 as fully paid. The company now declares a bonus out of its free reserves of ₹8 lakh. ഇവിടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 20 lakh ആണ്. ഒരു ഷെയറിന് 10 rupees ആണ് വാല്യൂ. കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ഫ്രീ റിസർവ്സ് ആയിട്ടുള്ള 8 lakh rupeesൽ നിന്നാണ് കമ്പനി ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ബോണസ് ഈസ് ടു ബി പെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per share. ഇവിടെ ബോണസ് ഇഷ്യൂ നടത്തുന്നത് ഒരു ഷെയറിന് 10 rupees അതിൻ്റെ ഫേസ് വാല്യൂവും 2 rupees പ്രീമിയം വെച്ചിട്ട് 12 rupeesനാണ് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനി ബോണസ് ഇഷ്യൂ നടത്തുന്ന രീതി ഫോർ എവറി 4 shares held by the shareholders. ഓരോ 4 ഷെയറും കൈവശം വെച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഇക്വിറ്റി ഷെയർ എന്നുള്ള രീതിയിലാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. The shares are quoted at ₹15 on the date of allotment of bonus shares. ഷെയറിൻ്റെ മാർക്കറ്റ് വില കോട്ട് ചെയ്തിരിക്കുന്നത് 15 rupees ആണ്. അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇവിടെ ബോണസ് ഇഷ്യൂ നടത്തുന്നത് 10+2 എന്നുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് എന്ന് ഓൾറെഡി തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ് ബോണസ് എമൗണ്ട് എടുക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. 8 lakh rupees അവിടെ ഫ്രീ റിസർവ് ഉണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ബോണസ് എമൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ ബോണസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് വർക്കിങ്സ് ചെയ്യാം. ഇതിൽ എമൗണ്ട് നീഡഡ് ഫോർ എ ബോണസ് ഇഷ്യൂ, എമൗണ്ട് നീഡഡ് ഫോർ ബോണസ് ഇഷ്യൂ, ഇതാദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 20 lakh ആണ് ഇവിടുത്തെ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 lakh ആണ്.
അപ്പോൾ ഒരു ഷെയറിന് 10 റുപ്പീസാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഈക്വൽ ടു 20 lakh ഡിവൈഡഡ് ബൈ 10. ഒരു ഷെയറിൻ്റെ വില 10 റുപ്പീസാണ്. അപ്പോൾ 20 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 2 lakh ആണ് അവിടുത്തെ നമ്പർ ഓഫ് ഷെയർസ്, ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഓക്കെ, ഈ 2 lakh ഷെയർസിൽ നമ്മൾ ഓരോ 4 ഷെയറിനും ഒരു ബോണസ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ബോണസ് ഇഷ്യൂ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് ബോണസ് ഇഷ്യൂ, നമ്പർ ഓഫ് ബോണസ് ഷെയർസ്, അവിടെ ഇറക്കേണ്ട ബോണസ് ഷെയർസ് ഇവിടെ 2 lakh ആണ് ഫുള്ളി പെയ്ഡ് ഷെയർസ് എന്ന് പറഞ്ഞു. ഈ 2 lakh ഫുള്ളി പെയ്ഡ് ഷെയർസിന് ഓരോ 4 ഷെയറിനുമാണ് ഒരു ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 50,000 കിട്ടും. 50,000 ബോണസ് ഷെയർ ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. നമ്പർ ഓഫ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. ഇനി 50,000 ബോണസ് ഇഷ്യൂ നമ്മൾ ഇറക്കുന്നത് 12 റുപ്പീസ് പ്രീമിയത്തിനാണ്. അപ്പോൾ ബോണസ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 12 ചെയ്താൽ മതി. അപ്പോൾ 6 lakh റുപ്പീസാണ് നമുക്ക് ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, ബോണസ് ഇഷ്യൂ നടത്തുന്നതിന് വേണ്ടി നമുക്ക് എടുക്കേണ്ട ബോണസ് എമൗണ്ട് എന്ന് പറയുന്നത് 6 lakh റുപ്പീസാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റിസർവ്സ് നമുക്ക് 8 lakh റുപ്പീസ് റിസർവ് ഉണ്ട്. ആ റിസർവിൽ നിന്ന് 6 lakh റുപ്പീസാണ് നമുക്ക് ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ജേണൽ എൻട്രീസ് എഴുതുന്നതിനുള്ള കോളം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റിസർവ് 8 lakh റുപ്പീസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ നടത്തുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത് 6 lakh റുപ്പീസാണ്. അപ്പോൾ റിസർവിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. റിസർവ് അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് എടുക്കുന്നത് 6 lakh റുപ്പീസാണ്. 6 lakh ഡെബിറ്റ് ചെയ്തു. ദെൻ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ 6 lakh ക്രെഡിറ്റ് എമൗണ്ടും എഴുതി. ഇനി ഇതിൻ്റെ നറേഷൻ, ഡിക്ലറേഷൻ ഓഫ് ബോണസ്, ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്സ്. ഇത് ഫസ്റ്റ് നമുക്ക് ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബോണസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് ആണ് ഇവിടെ ശ്രദ്ധിക്കുക, പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 6 lakh എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നോമിനൽ എമൗണ്ട് മാത്രം എഴുതുക. അതായത് 50,000 ഷെയർസിന് 10 റുപ്പീസ് വെച്ചിട്ട് 5 lakh റുപ്പീസ്. $5 lakh റുപ്പീസാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്ന എമൗണ്ട്. ദെൻ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് നമ്മൾ പോകുന്നത് എത്രയാണ്? 50,000 ഷെയർസിന് 2 റുപ്പീസ് എന്നുള്ള പ്രീമിയം എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ 1 lakh റുപ്പീസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബോണസ് ഇഷ്യൂ, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി. ഫസ്റ്റ് നമ്മൾ ഏത് റിസർവിൽ നിന്നാണോ എടുക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്തു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ദെൻ ഇനി അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ടു ഷെയർ ക്യാപിറ്റൽ, നോമിനൽ എമൗണ്ട് മാത്രം ഷെയർ ക്യാപിറ്റലിലേക്ക് എഴുതുക. ബാക്കിയുള്ള പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. നരേഷൻ, ഇഷ്യൂ ഓഫ്
50,000 fully paid bonus shares of 10 each at a premium of rupees 2 per share. അപ്പോൾ 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ 2 രൂപ പ്രീമിയം കൂടെ ചേർത്തിട്ടാണ് ബോണസ് ഇഷ്യൂ ആയിട്ട് നടത്തുന്നത്. ഇങ്ങനെയാണ് ബോണസ് ഇഷ്യൂ അറ്റ് പ്രീമിയത്തിൽ ജേണൽ എൻട്രീസ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. താങ്ക് യു.